ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മൾ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് ക്വാഡ് എന്ന് നമ്മൾ പറയുന്നത്. QUAD അതെന്ന് പറയുന്നൊന്നുമില്ല, ക്വാഡ്രിലാറ്ററൽ എന്നുള്ളൊരു അർത്ഥമാണ്. എന്നുവെച്ചാൽ 4 രാജ്യങ്ങൾ പ്രധാനമായിട്ടും: ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ 4 രാജ്യങ്ങളുടെ ഒരു മാരിടൈം കൊളാബറേഷനാണ്. മാരിടൈം കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നേവൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കടലിൽ നമ്മുടെ സമുദ്രത്തിൽ ഉള്ള ഈ 4 രാജ്യങ്ങളുടെ കൊളാബറേഷനാണ് പ്രത്യേകിച്ച്, എസ്പെഷ്യലി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം എപ്പോഴും ഇപ്പോൾ ലോകത്ത് നമ്പർ 1 വില്ലൻ ചൈനയായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാന്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ തന്നെ, ബംഗ്ലാദേശിന്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് എന്താണ്? ചൈനയാണ്. അതുപോലെ തന്നെയാണ് ചൈന അമേരിക്കയ്ക്കും കൊടുക്കുന്ന ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. അമേരിക്കയ്ക്ക് മാത്രമല്ല, ജപ്പാനെ സംബന്ധിച്ചാലും ചൈന ഒരു വെല്ലുവിളിയാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചും ഒരു വെല്ലുവിളിയാണ്. ഒരുപക്ഷെ റഷ്യയെ തൽക്കാലം റഷ്യയുമായിട്ട്, അല്ലെങ്കിൽ റഷ്യക്ക് മാത്രമേ ഉള്ളൂ ചൈന ഇപ്പോൾ ഒരു ചലഞ്ചെന്ന് അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാത്ത ഒരു രാജ്യം. റഷ്യ എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇറാൻ. ബാക്കി ഒരുമാതിരി പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു എനിമി അല്ലെങ്കിൽ ഓപ്പോണന്റ്, ഈ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, സമ്പദ് വ്യവസ്ഥയുടെ കാര്യം എടുത്തു നോക്കുമ്പോഴും, അതുപോലെ പ്രതിരോധത്തിൻ്റെയും സെക്യൂരിറ്റിയുടെയും സുരക്ഷയുടെയും കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴൊക്കെ തന്നെ ചൈന ഒരു ഗ്രോയിങ് ചലഞ്ചാണ്. എന്നുവെച്ചാൽ വളർന്ന് കൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. വളരെ ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ ചൈന എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഓഫർ അവർ ചൈന എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അമേരിക്ക പോലൊരു സൂപ്പർ പവറിനെ ചലഞ്ച് ചെയ്യുവാൻ എത്രത്തോളം ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഈ ചൈന ഡ്രാഗണെ നേരിടാൻ സാധിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വെളിവാകുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പം നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് പുറമോട്ടായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പം ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ലായിരുന്നു ചൈനയെ കോൺക്വർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇവൻ സോവിയറ്റ് യൂണിയൻ ഇതിനേക്കാളിൽ ഒരു വമ്പൻ സാമ്രാജ്യമായിട്ട് അല്ലെങ്കിൽ സംവിധാനമായിട്ട് നിലനിന്ന കാലത്തും അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളുടെ അവർക്ക് ജിയോ പൊളിറ്റിക്കൽ അവരുടെ പ്രോക്സീസ് ഒക്കെ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ചൈനയെ കൗണ്ടർ ചെയ്യാൻ, പ്രതിരോധിക്കാൻ അമേരിക്ക ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി കോൾഡ് വാർ ടൈമിൽ, ശീതകാല സമരത്തൊക്കെ ഇതിനേക്കാളിൽ വമ്പൻ ഒരു രാജ്യവും സംവിധാനവുമായിരുന്നു, സാമ്രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയനെ അല്ലെങ്കിൽ USSRനെ എതിർക്കുവാൻ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ അമേരിക്ക ഇതുപോലുള്ള ഒരു അവസ്ഥ നേരിട്ടിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനേക്കാളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ പവറൊക്കെ ഒത്തിരി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും, കാരണം നമ്മൾ ട്രേഡ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഈ ഇത്രയും ബ്ലണ്ടായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ അത് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതുപോലുള്ള ബൈഡന്റെ യാതൊരു സ്പീച്ച് പോലും ഒരു മനുഷ്യനും, സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോൾ അത്യാവശ്യം ജിയോ പൊളിറ്റിക്സ് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി പോലും അത് ശ്രവിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ ട്രംപിന്റെ ആദ്യത്തെ ടേംസ് ഓഫ് പ്രസിഡൻസിയിലായാലും ശരി, ഇപ്പോഴായാലും ശരി, ഇപ്പോൾ ഇച്ചിരി വളരെ അഗ്രസീവായിട്ടുള്ളൊരു പോസ്ചറാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യത്തെ പ്രസിഡൻഷ്യൽ ടേമിൽ ഇത്രയില്ലായിരുന്നു. ഇപ്പം പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ പോളിസീസ്, അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസോ, അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ വാറിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ ഒരു യുദ്ധക്കൊതിനായിരുന്നില്ല ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ രണ്ടാമത്തെ ടൈമിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു യൂഷ്വൽ
US പ്രസിഡന്റിന്റെ പോലെ തന്നെ യുദ്ധത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കാരണം ഇറാനെയൊക്കെ വെല്ലുവിളിക്കുകയും, കാരണം ഏത് സമയം ഇറാനായിട്ടുള്ള യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ യമനിലും ഗാസയിലും ഒക്കെ തന്നെ അക്രമങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒറ്റ ഫോൺ കോളിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പേനയൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് പേനയൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന യുദ്ധം മാത്രമേ ഉള്ളൂ റഷ്യ യുക്രൈൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല. അതിന്റെ അവസാനിക്കാത്തതിന് കാരണം അമേരിക്കയ്ക്ക് അത് അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ ആ യുദ്ധത്തിനെ കൊണ്ട് എത്തിക്കുവാൻ അല്ലെങ്കിൽ ആ യുദ്ധത്തിന് വിരാമം ഇടുവാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നല്ല, അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഈവൻ അമേരിക്ക ഡയറക്റ്റായിട്ട് ഹൂത്തീസിനെതിരെയോ അല്ലെങ്കിൽ ഹമാസിനെതിരെയോ ഹെസ്ബുള്ളക്കെതിരെയൊക്കെ നടത്തുന്ന അറ്റാക്കുകൾ, ഇസ്രായേൽ എന്ന പ്രോക്സിയെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കുകൾ, ഇതൊക്കെ തന്നെ അമേരിക്ക ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് സ്ട്രൈക്ക് ഓഫ് എ പെൻ എന്നൊക്കെ പറയും. അമേരിക്കൻ പ്രസിഡന്റ് പേന ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആ യുദ്ധം അവസാനിക്കുകയോ അല്ലെങ്കിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത്ര വലിയ പ്രയാസമൊന്നുമല്ല ലോകത്തെവിടെയും. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സഹായകരമായിരിക്കും. അതുകൊണ്ടാണ് യുദ്ധം നിലനിൽക്കുന്നത്. ഇനി യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ തന്നെ അത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരിക്കും ഈ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാഡിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതിനകത്തിൽ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് വഹിക്കുന്നത് എന്ന് പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പോളിസി നമുക്കറിയാം. ഇന്ത്യക്ക് ചൈന ഒരു ഭീഷണിയാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ അതിലേറെ വലിയൊരു ഭീഷണിയാണ് നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്ത്യൻ ഓഷ്യനിലും ഇൻഡോ പസഫിക് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇന്ത്യൻ ഓഷ്യനിലും പസഫിക് ഓഷ്യനിൽ ഇന്ത്യക്ക് വലിയ റോളൊന്നുമില്ല, കാരണം നമുക്ക് അങ്ങോട്ട് വലിയ ആക്സസ് ഒന്നുമില്ല. പക്ഷേ ഇന്ത്യൻ ഓഷ്യനിൽ ഏകദേശം നല്ലൊരു സ്വാധീനമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ സ്വാധീനത്തെ തകർക്കാൻ വേണ്ടിയാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരിട്ട് പറ്റാത്തതുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും കൂടുതൽ ആശ്രയിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും ആർമിയെ ചൈന ഭയങ്കരമായിട്ട് മോഡേണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള രീതിയിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളുടെ നേവൽ ഫോഴ്സിനെ അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സബ്മറൈൻസ്, കൂടുതൽ ഷിപ്സ്, മെച്ചപ്പെട്ട ആയുധങ്ങൾ, പുതിയ പുതിയ ബേസുകൾ. അപ്പം ബേസ് പോർട്ടുകൾ, അതായത് ഈ യുദ്ധ വാർഷിപ്സിന് വേണ്ടിയുള്ള ബേസസ് എന്ന് പറയാൻ പറ്റും. ബേസ് എന്നാണ് പറയുന്നത്, പോർട്ട് എന്നല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞത് നമ്മൾ പോർട്ട് എന്ന് സാറിന് പറയുന്നത് ഈ കൊമേഴ്സ്യലായിട്ടുള്ള നമ്മുടെ ഷിപ്പുകളൊക്കെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. മറ്റേ ബേസ് എന്ന് പറയുന്നത് നേവൽ ബേസ് എന്നാണ് പറയുന്നത്, നേവൽ പോർട്ട് എന്ന് പറയത്തില്ല. അപ്പം അങ്ങനെയുള്ള ഇപ്പം ബംഗ്ലാദേശിലൊക്കെ അവർ പുതിയ സബ്മറൈൻ ബേസുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ നേതാവ് യൂനസ് ചൈനയിൽ സന്ദർശിച്ചപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മൾ കേൾക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു എയർബേസ് പണിയാൻ വേണ്ടി ചൈനയെ അവർ അനുവദിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളെ വിലക്കെടുത്ത് പൂർണ്ണമായും സ്വാധീനിച്ച് ചൈനയുടെ സ്വാധീന വലയത്തിലാക്കിയിട്ട് ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സീയിലും, അതായത് സമുദ്രത്തിലും, മാരിടൈം എന്ന് നമ്മൾ പറയുന്ന ഒരു നെവൽ, അവിടെ ഈ രണ്ട് രാജ്യങ്ങളുടെ നേവൽ പവറിനെ ഒന്ന് ഈസ്റ്റിലും ഒന്ന് വെസ്റ്റിലും നമുക്കറിയാം. ബംഗ്ലാദേശ് ഇപ്പുറത്തും പാകിസ്ഥാൻ ഇപ്പുറത്തും. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഈ രണ്ട് രാജ്യങ്ങളെ ചൈന ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അവിടെ നമുക്കും ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കത്തില്ല ചൈന എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമുക്ക് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്കാണ് ഏറ്റവും നല്ല അപ്പർ ഹാൻഡ് ഉള്ളത്. അത് വളരെ കൃത്യമാണ്. പക്ഷേ ആ അപ്പർ ഹാൻഡിനെ തകർക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഉദ്ദേശം. അപ്പോൾ ചൈനയ്ക്ക് അത് ഒറ്റയ്ക്ക് നേരിടാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അത് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള എനിമി പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനെ പിക്ക് ചെയ്യാൻ വളരെ പ്രയാസമൊന്നുമില്ല, കാരണം ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് നമുക്കറിയാം മോറോർലെസ് ഏറിയും കുറഞ്ഞും ഒരു ഭരണം അവിടെ മാറി മറിഞ്ഞു വരുമ്പോൾ ഇന്ത്യക്ക് അനുകൂലവും ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവിടെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ളൊരു ഭരണ
കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ചൈനയ്ക്ക് പെട്ടെന്ന് ബംഗ്ലാദേശിനെ സ്വാധീനിക്കുവാനും കൂടുതൽ ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് എല്ലാ രീതിയിലും ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസ് എങ്ങനെ ശക്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൈനയുടെ സ്വാധീനം ആ രാജ്യത്തിൻ്റെ മുകളിൽ കൂടുതൽ വളർത്തിയെടുക്കുക, വർദ്ധിപ്പിച്ചെടുക്കുക, അവരിൽ അവരുടെ ഇക്കോണമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, മിലിറ്ററിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് സ്വാധീനം. അവർക്ക് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചൈനയോട് നോ പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നില്ലേ. പാകിസ്ഥാൻ ഓൾറെഡി ആയിക്കഴിഞ്ഞല്ലോ. കാരണം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞാണ് ഏകദേശം 80% പാകിസ്ഥാന്റെ മിലിറ്ററി പിന്നെ ഇമ്പോർട്ട് ചൈനയിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ, മനസ്സിലായല്ലോ. അപ്പം ചൈനയിൽ പൂർണ്ണമായിട്ടും ആശ്രയം ആശ്രയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത് എല്ലാ രീതിയിലും. സാമ്പത്തികമായിട്ടായാലും ശരി, അല്ലെങ്കിൽ മിലിറ്ററിയുടെ കാര്യത്തിലായാലും ശരി. അപ്പോൾ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് തൽക്കാലം ഷോർട്ട് ടൈമിൽ നിന്നല്ല, ഷോർട്ട് ടു മീഡിയം ടൈമിലല്ല, മീഡിയം ടു ലോങ് ടൈമിൽ തൽക്കാലം അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു പോകാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ മിലിറ്ററി എല്ലാ 3 സേനകളും പൂർണ്ണമായിട്ടും ചൈനയുടെ മിലിറ്ററി എന്താണ് പറയുന്നത് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആംസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അത് ഡിറ്റാച്ച് ചെയ്ത് പോകാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ബംഗ്ലാദേശിനെയും ചൈന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ സുന്ദരമായിട്ട് ഏത് നിമിഷവും നമുക്കിപ്പോൾ ഈ നേരത്തെ നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നൊരു എന്താ പറയുക വൺ ഫ്രണ്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു യുദ്ധമുഖം മാത്രമല്ല, നമുക്ക് പാകിസ്ഥാനെതിരെ മാത്രമല്ല. ഇപ്പം നമ്മൾ 2 ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ചൈനയും പാകിസ്ഥാനും നമുക്ക് ഏത് സമയവും ഒരു യുദ്ധസമാനമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളൊരു ഇരട്ട എന്താ യുദ്ധമുഖം ഇപ്പം നമുക്ക് മുമ്പിലുണ്ട്. കാരണം ചൈന ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ സാധിക്കത്തില്ല. അതുപോലെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനോട് യുദ്ധം ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ചൈന അതിനകത്ത് ഇൻവോൾവ് ചെയ്യും. നേരിട്ടല്ലെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കൊടുത്തുകൊണ്ട് ചൈനയ്ക്ക് അതിനകത്തിൽ എൻഗേജ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക്. അതിനെല്ലാം ഇന്ത്യ ചൈന ബോർഡറിൽ പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനായിട്ടുള്ള യൂഷ്വൽ ട്രഡീഷണൽ പരമ്പരാഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അവസ്ഥയിൽ ബംഗ്ലാദേശിനെ അവർ എന്താണ് പറയുന്നത് ഈ ഇവോൾവ് ചെയ്തെടുക്കുകയാണ്. ബംഗ്ലാദേശിനെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഏതവസ്ഥയിലേക്ക്? കാരണം പാകിസ്ഥാനെ എങ്ങനെ ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലും സ്വാധീനത്തിലാക്കിയോ അതേ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പം ഈ 2 രാജ്യങ്ങളുടെ നേവൽ ഫോഴ്സിനെ അവർ മോഡേണൈസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇന്ത്യൻ ഓഷനിൽ ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ത്രെട്ട് ഇന്ത്യക്കെതിരെ മാത്രമല്ല, കാരണം ചൈന അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവറിനും വലിയ ത്രെട്ടാണ്. പിന്നെ അവരത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചൈന ഈ പറഞ്ഞ അവരുടെ ഈ നേവൽ പവർ എക്സ്പാൻഡ് ചെയ്ത് പസഫിക് ഓഷനിലേക്ക് പോകുന്നതോറും അത് ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ അമേരിക്കയുടെ ഒക്കെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പറഞ്ഞ പസഫിക് ഓഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പസഫിക് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അമേരിക്കയുടെ സ്വാധീനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൂപ്പർ പവർ സ്റ്റേറ്റസ് പോയി. അപ്പോൾ അതിന് ഈ പറഞ്ഞ പസഫിക് ഓഷനിൽ ജപ്പാനെയും ഓസ്ട്രേലിയയും കൂടെ നിർത്തിക്കൊണ്ട് ഓൾറെഡി അവരുടെ അമേരിക്കയുടെ പിന്നെ സുഹൃത്ത് രാജ്യങ്ങളാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പടിഞ്ഞാറൻ സംവിധാനത്തിൽ ഉള്ള രാജ്യങ്ങളാണ് ജപ്പാനും ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ. ഇപ്പുറത്തെ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഇന്ത്യയായിട്ട് കൂടുതൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിന്നെ നമുക്ക് ഈ ഇന്ത്യൻ നേവൽ ഫോഴ്സിനെയും അവർ ഈ ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും സഹായിക്കുന്ന പോലെ തന്നെ മോഡേണൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യയുടെ നേവൽ ഫോഴ്സിനെയും അമേരിക്ക മോഡേണൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വെപ്പണറി അല്ലെങ്കിൽ അതുപോലുള്ള സിസ്റ്റംസ് ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമേ ഇതിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ക്വാഡ് നിലനിൽക്കുന്ന ഈ അവസരത്തിലാണ് ഈ പറഞ്ഞ ഫിലിപ്പൈൻ പോലുള്ള ഒരു രാജ്യം ചൈനയിൽ നിന്നും വൻ തോതിലുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും അവർ നേരിടുന്നുണ്ട്. സൗത്ത് ചൈന സീലാണല്ലോ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഈ ചൈനയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ചൈനയുടെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനം ഈ പറഞ്ഞ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ബ്രൂണൈ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ശല്യം കാരണം വലിയൊരു രാജ്യമായതുകൊണ്ട്, കാരണം മസിൽ ഫ്ലെക്സ് ചെയ്യുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഈ ഫിലിപ്പീൻസൊക്കെ ആസിയാൻ രാജ്യങ്ങളിലൊരു ഭാഗമാണ്. അപ്പോൾ ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു സഹായം ഫിലിപ്പീൻസിന് കിട്ടാത്തതുകൊണ്ട് ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക ഈ 4 രാജ്യങ്ങൾ ഇപ്പോൾ കൂടി ചേർന്നുണ്ട് ഈ സൗത്ത് ചൈന സീയിൽ പ്രത്യേകിച്ച് ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ പറഞ്ഞ മിലിറ്ററി ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞത്. മറ്റേ ക്വാഡാണ്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് ക്വാഡാണ്. QUAD മാത്രമേ ഉള്ളൂ ക്വാഡ്. ക്വാഡ് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ എന്നുള്ളത് 4 പേര്
ഇപ്പം നമ്മൾ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി, ട്രൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ 3 പേരുള്ളത്, ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 പേര് ഉൾപ്പെടുന്നതാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ക്വാഡ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തിൽ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഈ 4 രാജ്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഇവര് ഓസ്ട്രേലിയ, ജപ്പാൻ, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്വാഡ് രൂപീകരിച്ചത് ഫിലിപ്പീൻസിന്റെ പൂർണ്ണമായിട്ടുള്ള, ഫിലിപ്പീൻസിനെ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫിലിപ്പീൻസ് ഭയങ്കരമായിട്ടുള്ള, ചൈന ഫിലിപ്പീൻസ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് നടക്കുന്നുണ്ടാവും. കാരണം ചൈന പലപ്പോഴും ഫിലിപ്പീൻസിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഈ എന്താണ് പറയുക, മസിൽ ഫ്ലെക്സിംഗ് ഒക്കെ നടത്തുന്നുള്ളതുകൊണ്ട്. ഫിലിപ്പീൻസ് ഒരു ചെറിയ രാജ്യമാണല്ലോ കമ്പാരിറ്റീവ്ലി, ചെറിയ രാജ്യമാണ്, സാമ്പത്തികമായിട്ടും ചെറിയ രാജ്യമാണ്. പക്ഷേ അമേരിക്കയായിട്ടുള്ള പിന്നെ നല്ല സൗഹൃദം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു അലയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അമേരിക്ക അവർക്ക് ഇനിയും ഈ F-16 ഒക്കെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വെപ്പണറി കൊടുക്കാൻ ഉള്ള പ്ലാൻ ഉണ്ട്. കാരണം അമേരിക്കൻ, ഇപ്പോൾ തായ്വാൻ അമേരിക്ക റിലേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഫിലിപ്പീനും അമേരിക്ക റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫിലിപ്പീൻസ് എന്ന രാജ്യം ഈ സ്ക്വാഡിനകത്തിൽ ഇന്ത്യയെ അതുപോലെ തന്നെ സൗത്ത് കൊറിയയും കൂടെ ചേർക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതാണ് പറയുന്നത് ഫിലിപ്പീൻസ് കീൻ ടു പുൾ ഇന്ത്യ ഇൻടു ഇറ്റ് സ്ക്വാഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പക്ഷേ ഇന്ത്യനകത്തിൽ കൈ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചൈനയുടെ ഈ വർദ്ധിച്ചു വരുന്ന ഈ പറഞ്ഞ ഇൻഡോ പസഫിക് ഓഷ്യനിൽ, ഇൻഡോ പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിലും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിലും വർദ്ധിച്ചു വരുന്ന അവരുടെ സ്വാധീനം ത്തെ നമ്മളെ ഈ ക്വാഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, പിന്നെ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പുതിയൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഫിലിപ്പീൻസിന്റെ ഒരു ലീഡർഷിപ്പ് എന്ന് നമുക്ക് വേണേൽ പറയാം ശരിക്കും പറഞ്ഞാൽ. അമേരിക്ക ഉണ്ടത്, ജപ്പാനുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. കാരണം ഫിലിപ്പീൻസിനേക്കാൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 രാജ്യങ്ങളാണ് ചേർക്കുന്നത്. ഇത് 2023 സിംഗപ്പൂർ വെച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്ത് 2024 മെയ്യിലാണ്. കാരണം ഇത് ഫിലിപ്പീൻസിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൊക്കെ പിന്നെ ചൈനയുടെ ഭയങ്കരമായിട്ടുള്ള ഈ കടന്നുകയറ്റവും അല്ലെങ്കിൽ ഈ ഫിലിപ്പീൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഈ ഫിലിപ്പീൻസിന്റെ ആർമി ചീഫ് എന്ന് പറയുമ്പോൾ ഈ അവരുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ റൈസിന ഡയലോഗ് ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺക്ലേവിൽ പങ്കെടുത്തപ്പോഴാണ് തീർച്ചയായിട്ടും ഇന്ത്യയോട് ഇങ്ങനെ ഒരു ഓഫർ അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഈ സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനില, ബെയ്ജിങ്, അതായത് ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ നിരന്തരമായിട്ടുള്ള ക്ലാഷ് നടക്കുന്നുണ്ട്. നമുക്കറിയാം വമ്പൻ ചൈന ഈ പറഞ്ഞ പ്രദേശങ്ങൾ, ലാൻഡ് മാത്രമല്ല കടലിലും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഭയങ്കരമുള്ള മസിൽ ഫ്ലെക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെ എല്ലാം അവർ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാം. ഇന്ത്യക്കെതിരെ പോലും ചൈന ഈ പറഞ്ഞ മസിൽ ഫ്ലെക്സിംഗ് നടത്തുന്നെങ്കിൽ ഈ ചെറിയ രാജ്യങ്ങൾക്കെതിരെ എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ പറഞ്ഞാൽ. അപ്പോൾ ഈ പിന്നെ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ആ മാരിടൈം ട്രേഡ് റൂട്ടിനെ പൂർണ്ണമായിട്ടും ചൈനയുടെ സ്വാധീനത്തിലാക്കുക, കൺട്രോളിലാക്കുക എന്ന് ഉള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് ചൈന ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സൗത്ത് ചൈന സീയിൽ ഏകദേശം $3 ട്രില്യൺ ആനുവൽ കൊമേഴ്സ്, കപ്പൽ മാർഗമുള്ള ട്രേഡ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതിന്, ഏകദേശം $3 ട്രില്യൺ ആനുവൽ കൊമേഴ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഫിലിപ്പീൻസ്, ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ ഈ വർദ്ധിച്ചു വരുന്ന ഈ പിന്നെ ബുള്ളിങ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു പവർ പ്ലേയുടെ ഒരു വിക്ടിംസ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ 2014 ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഒരു ആർബിട്രേഷനിൽ ചൈനയുടെ ഈ ഇത് വർദ്ധിപ്പിക്കുന്ന, ഈ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് എതിരെയൊക്കെയുള്ളൊരു അതിന് തിരിച്ചടി ചൈനയ്ക്ക് കിട്ടിയാണ്. പക്ഷേ എന്നാൽ തന്നെയും ചൈന അവരുടെ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും അവസ്ഥകളാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ റൈസിന ഡയലോഗ് സമയത്ത് പിന്നെ എന്താ പറയുക, 2025 മാർച്ച് 26 എസ് ജയശങ്കറിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജയശങ്കർ പറഞ്ഞത് പിന്നെ ഇങ്ങനെയാണ്: ഓൺ ദ സ്ക്വാഡ് ഇഷ്യൂ വി ആർ ഹാപ്പി വിത്ത് ദ ക്വാഡ്. എന്ന് പറഞ്ഞാൽ സ്ക്വാഡിൽ ചേരാൻ തൽക്കാലം നമുക്ക് താല്പര്യമൊന്നുമില്ല, ക്വാഡ് കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണ്, ഇന്ത്യ സംതൃപ്തരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഫിലിപ്പീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിപ്പീന് ആസിയാൻ ഗ്രൂപ്പിലെ ഒരു രാജ്യമാണ്. ഈ ആസിയാൻ ഗ്രൂപ്പിൽ ചൈനയുമുണ്ട്. ചൈന വളരെ ശക്തമായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിലേക്കും അവരുടെ വ്യാപാരങ്ങൾ വ്യാപിപ്പിച്ച് പിന്നെ എല്ലാ രാജ്യങ്ങളെയും അവർ പിന്നെ കോളനൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കാര്യമായിട്ട് ഫിലിപ്പീൻസിന് ഒരു
പിന്നെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സഹായമോ ഒന്നും കിട്ടുന്നില്ല ചൈനയെ എതിർക്കാൻ വേണ്ടി. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോറത്തിൽ ഈ ആസിയാൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ചൈനയെ പിന്നെ കോൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫിലിപ്പീൻസ് അവരുടെ ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ ചൈന അതിക്രമിച്ച് കടക്കുന്നതും അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെതിരെ ഈ പറഞ്ഞ ശക്തിപ്രകടനം നടത്തുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫിലിപ്പീൻസ് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഫിലിപ്പീൻസ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചൈന സ്ഥിരമായിട്ട് അവരുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ, ഇപ്പം നമുക്കറിയാം കടലുള്ള രാജ്യം, കടൽ തീരമുള്ള രാജ്യം, ഇപ്പം ഇന്ത്യ കടൽ തീരമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ കടൽ തീരമുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഉണ്ട്. അത് നമ്മളുടെ സ്വന്തമായിരിക്കും. ഇത്ര നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യൻ തീരത്തുനിന്ന് ഇത്ര നോട്ടിക്കൽ മൈൽ ആയിരിക്കും നമ്മളുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ സ്വന്തമാണ്, നമ്മുടെ സ്വന്തം കടലാണ്. അപ്പം നമ്മുടെ അനുവാദമോ അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ മറ്റു രാജ്യങ്ങൾക്കൊന്നും തന്നെ അതിനകത്തുള്ള യാതൊരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ കടലുള്ള എല്ലാ രാജ്യങ്ങൾക്കും എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഉണ്ട്. അപ്പോൾ അതൊരു അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയത്തില്ല, എത്ര നോട്ടിക്കൽ മൈൽ എന്ന് അറിയത്തില്ല, അത് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് അതൊരു ദ്വീപാണല്ലോ. ദ്വീപാകുമ്പോൾ അതിന് തീർച്ചയായിട്ടും കടലിനകത്തിലാണ്, അവർക്കൊരു എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഉണ്ട്. അപ്പോൾ അവരുടെ ഈ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന കടൽ വെള്ളത്തിലേക്ക് ചൈന സ്ഥിരമായിട്ട് അവരെ അതിക്രമിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എപ്പോഴും റിപ്പോർട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നത്. അവർ തമ്മിൽ അവരുടെ ഷിപ്പ് തമ്മിൽ കൂട്ടിയിടിപ്പിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വെല്ലുവിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ശക്തി പ്രകടനങ്ങൾ ചൈനയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ആസിയാൻ രാജ്യങ്ങൾ ഈ ഒരു പ്രശ്നം കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഫിലിപ്പീൻസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഈ ഫിലിപ്പീൻസിന്റെ ഭാഗത്തു നിന്ന് ഈ കംപ്ലൈന്റ് നിലനിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ, കാരണം ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബ്രിക്സിലെ ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും നമ്മളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്രിക്സിൽ ഇന്ത്യയും ചൈനയും അംഗങ്ങളാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ ബോർഡർ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് ആം, ചൈനയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് അക്രമങ്ങൾ ഉണ്ടായതെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അനീതി ഉണ്ടായെങ്കിൽ തന്നെ മറ്റു രാജ്യങ്ങളൊന്നും ചൈനയ്ക്കെതിരെ ഒരിക്കലും ശബ്ദം ഉയർത്തുകയോ അല്ലെങ്കിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല, ഈവൻ റഷ്യ പോലും. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ അംഗമായിട്ടുള്ള ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളിലെ ആ ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഫിലിപ്പീൻസ് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഫിലിപ്പീൻസിന്റെ സെക്യൂരിറ്റിയെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും കൂടി ചേർന്നുകൊണ്ട് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു രൂപീകരണം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിലേക്ക് ഇന്ത്യയും സൗത്ത് കൊറിയയും കൂടെ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു താല്പര്യം ഫിലിപ്പീൻസിനുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഫിലിപ്പീൻസുമായിട്ട് നല്ല ബന്ധത്തിലാണ്. നമ്മളുടെ ബ്രഹ്മോസ് മിസൈലും അതുപോലെ തന്നെ പല ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഫിലിപ്പീൻസ് മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫിലിപ്പീൻസിനെ ചൈനയ്ക്കെതിരെ ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി ഫിലിപ്പീൻസിന്റെ കപ്പാസിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്, എൻഹാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. ശരി, കാരണം ബ്രഹ്മോസ് മിസൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ സാധനങ്ങളാണ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈലൊക്കെ ഫിലിപ്പീൻസ് മേടിക്കുകയും അല്ലെങ്കിൽ ഫിലിപ്പീൻസ് നമ്മൾ വിൽക്കുകയോ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് പല ഹൈടെക് ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ. അപ്പോൾ ഇന്ത്യ ഫിലിപ്പീൻസും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അതിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സ്ക്വാഡിനകത്തിൽ ഇന്ത്യ ചേർന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ക്വാഡിൽ മെമ്പറാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ സ്ക്വാഡിൽ മെമ്പർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം നമുക്ക് ഇന്ത്യൻ ഓഷ്യനിൽ മാത്രം ശ്രദ്ധിക്കാൻ കാര്യമുള്ളൂ. ഇന്ത്യൻ ഓഷ്യനിലാണല്ലോ നമ്മുടെ എന്താണ് പറയുന്നത്, തട്ടകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചൈനയെ നേരിടുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഫിലിപ്പീൻസ് സൗത്ത് ചൈന സീലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ വിട്ടു കഴിഞ്ഞുള്ളൊരു റീജിയനിലാണ്. അപ്പോൾ അവിടെ നമുക്ക് വലിയ റോളുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ തൽക്കാലം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇന്ത്യ അത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അതിനെ വെൽക്കം ചെയ്യാത്തത്, അല്ലെങ്കിൽ അതിനോട് എസ് പറയാത്തത് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു പുതിയ, അപ്പോൾ ഇന്ത്യയുടെ ഇക്കാര്യത്തിലൊരു സ്ട്രാറ്റജിക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്ക്വാഡിൽ ചേരാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെല്ലാം ജിയോ പൊളിറ്റിക്സ് വളരെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതെന്താണ് എങ്ങനെയാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. മനസ്സിലാക്കുക. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പിന്നെ വളരെ സൗഹൃദപരമായിട്ട് പോകുമ്പോഴും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള കൃത്യമായിട്ടുള്ളൊരു പോളിസികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ സൗഹൃദം പങ്കിടുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. മനസ്സിലായല്ലോ. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക റഷ്യയുമായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു.
അപ്പോൾ ഒരു കൃത്യതയൊന്നും ഇല്ലാത്തൊരു ജിയോ പൊളിറ്റിക്സ് കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു പിന്നെ ഇത് എത്രത്തോളം ഫലവത്തായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ളൊരു സംശയം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫോറിൻ പോളിസിയിൽ കൃത്യമായിട്ടുള്ളൊരു സർട്ടൻറ്റി അല്ലെങ്കിൽ ഉറപ്പുകളൊന്നുമില്ല. മനസ്സിലല്ലോ. അപ്പം ഈ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി ഇന്ത്യ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ അതായത് ജപ്പാനുമായിട്ടും ഓസ്ട്രേലിയയായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ശക്തമാക്കുകയും അതുപോലെ തന്നെ ഫിലിപ്പീൻസുമായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷൻ, അതായത് പറഞ്ഞുള്ള ബ്രഹ്മോസ് മിസൈൽ പോലുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഒക്കെ അവർക്ക് കൊടുത്ത് നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധം സുദൃഢമാക്കുക. അതുപോലെ വിയറ്റ്നാമുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിൽ മിലിറ്ററി കോപ്പറേഷൻ, ഡിഫൻസ് കോപ്പറേഷൻ വളരെ ശക്തമാണ്. അതുപോലെ നമ്മുടെ ജപ്പാനും ഓസ്ട്രേലിയയായിട്ടുള്ള ബന്ധങ്ങൾ ക്വാഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലും വളരെ ശക്തമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനകത്ത് നമ്മൾ പോയി മെമ്പർ ആകുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുപോലെ ചൈനയായിട്ടുള്ള ബന്ധം നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബോർഡർ ഇഷ്യൂ നിലനിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ ഇന്ത്യ ഇനിയും വീണ്ടും സ്ക്വാഡിൽ പോയി മെമ്പർ ആകുക, ചൈനയെ വെല്ലുവിളിക്കുക എന്നൊക്കെ ഉള്ളത് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയുടെ ഭാഗമാകേണ്ട അല്ലെങ്കിൽ ആകുന്നില്ല എന്നുള്ളതാണ് ജയശങ്കർ പറഞ്ഞത്. ക്വാഡിൻ്റെ ആവശ്യമേ ഉള്ളൂ, സ്ക്വാഡിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. കാരണം സൗത്ത് ചൈന സീ നമ്മുടെ ഒരു തട്ടകമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി പറഞ്ഞ അതേസമയം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഒരു തട്ടകം കൂടാണ് സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞല്ലോ. കാരണം എസ്പെഷ്യലി അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ അവിടെയാണത്. പക്ഷേ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഏരിയ അല്ല. അപ്പം ഈ ഫിലിപ്പീൻസിൻ്റെ ഈ ഒരു ആവശ്യം കണക്കിലെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിൽ ചേരുകയാണെങ്കിൽ ചൈനയെ നമ്മൾ അനാവശ്യമായി പ്രൊവോക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം കൂടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ സ്ക്വാഡിൽ മെമ്പർ ആകേണ്ടതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ആണ് നമ്മളുടെ ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ. അതേസമയം ക്വാഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ വളർന്നു വരുന്ന ശക്തിയെ നമുക്ക് പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി റിലേഷൻസ് അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഈ പറഞ്ഞ 3 ശക്തമായിട്ടുള്ള രാജ്യങ്ങളോട് നമ്മൾ ഒരുമിച്ച് നിന്ന് ചൈനയുടെ ഈ പറഞ്ഞ സ്വാധീന ശക്തിയെ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ള ഇന്ത്യയുടെ താല്പര്യത്തിനുകളിൽ ഒരാവശ്യമാണ്. അപ്പോൾ അത് ക്വാഡ് ഈസ് ഓക്കെ, പക്ഷേ സ്ക്വാഡിനകത്ത് നമ്മൾ മെമ്പർ ആവേണ്ട ആവശ്യമില്ല. സൗത്ത് കൊറിയ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫിലിപ്പീൻസ്. സൗത്ത് കൊറിയയുടെ സമീപനം എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇന്ത്യ അതിനകത്തിൽ കാര്യമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സ്ക്വാഡും ക്വാഡും തമ്മിലുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഇന്ത്യയുടെ സമീപനം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള ഒരു അവസ്ഥ. കാരണം നമുക്ക് സ്ക്വാഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്വാഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തി ചൈനയെ നമുക്ക് അവരുടെ സ്വാധീനം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യുകയോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്ത്യയുടെ താല്പര്യവും നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിപ്പീൻസ് തൽക്കാലം അതിനകത്തിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ശക്തമായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷൻ ഉണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിഫൻസ് എക്യുപ്മെൻസും ഇന്ത്യ നൽകുന്നുണ്ട്. അത്യാധുനികമായിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ മുതൽ ബാക്കി താഴെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ. അതുപോലെ വിയറ്റ്നാമിന് നമ്മൾ തീർച്ചയായിട്ടും, ഇന്തോനേഷ്യയായിട്ട് നമ്മൾ നല്ല സ്ട്രോങ് റിലേഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ക്വാഡ് എന്നുള്ളൊരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ തന്നെയും ഫിലിപ്പീൻസിൻ്റെ സെക്യൂരിറ്റിയെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യനകത്തിൽ ഈ പറഞ്ഞ അഡീഷണൽ ആയിട്ടുള്ളൊരു ചൈനയെ പ്രൊവോക്ക് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളെ റിലേഷൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു അവസരത്തിൽ സ്ക്വാഡിൽ പോയി ചൈനയ്ക്കെതിരെയുള്ളൊരു ഗ്രൂപ്പ് എന്നുള്ള സ്ക്വാഡിൽ പോയി നമ്മൾ മെമ്പറാകുക എന്ന് പറഞ്ഞാൽ ചൈനയെ ചിലപ്പോൾ അത് പ്രൊവോക്ക് ചെയ്യുകയും അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓരോ രാജ്യത്തിൻ്റെയും ഡിപ്ലോമസിയുടെ പ്രശ്നമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു നയം അല്ലെങ്കിൽ നിലപാടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് നൈറ്റ്.